ടാങ്ക് ഉണ്ട്. ഓ കുഞ്ഞാ കിട്ടിയോ? ഇവിടെ കുറെ ഉണ്ട്. ആ കുഞ്ഞ് എവിടേക്ക് വാ. ആദ്യം ഇതാ ഇവിടെ വഴിയിലെ കൂടുതൽ. ഇത് വല്ല വണ്ടി വന്നു കഴിഞ്ഞാൽ കിട്ടില്ല ഇനി. ഈ സൈഡ് ഇതാണ്ടില്ലേ, ഇതൊക്കെ പെറുക്കിതാണ്ടോ. ഇതാണ്ട കിടക്കണ്. ഇതാ താഴത്തേക്ക് നോക്കി പെറുക്ക്. ഇതാ കിടക്കണു. ഉണ്ടോ വണ്ടി പോയിട്ട് എത്ര പോർ നോക്കി. വണ്ടി കയറിയിട്ട് ഇന്നലെയൊക്കെ പെറുക്കി. ഇന്നലെയൊക്കെ ഞാൻ തന്നെ പെറുക്കിയത്. കുഞ്ഞ് പാത്രം നോക്കത്തില്ലേ? താഴത്തേക്ക് നോക്കി തെരഞ്ഞു പെറുക്കിക്കോ. ഇതാ എത്ര എണ്ണ കിടക്കണത് കുഞ്ഞാ. ചുവോ ഇതാണ്ട് അവിടെയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഉണ്ട്. ഇതാണ്ട് അവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട്, അത് അപ്പുറത്തുണ്ട്. താഴത്തേക്ക് നോക്കി ഒന്ന് തെരഞ്ഞു കുഞ്ഞ. അല്ലെങ്കിൽ ഞാനിനി ആദ്യം ഒന്ന് തെരയേണ്ടി വരും. കണ്ടാ ഉരുളക്കിഴങ്ങ് നീളത്തിൽ നുറുക്കിയിട്ടില്ലേ, നമ്മൾ വെളിച്ചെണ്ണയിൽ ഉരുളക്കിഴങ്ങ് ഒന്ന് ഇടുക, മസാലയിൽ നിന്ന് തേക്കുക. എന്നിട്ട് ഒന്ന് വാടി വരുമ്പോൾ നമ്മളതിൽ മീറ്റ് മസാല, ചിക്കൻ മസാല, കുറച്ച് മുളക് പൊടി, ഉപ്പും ഇട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ടല്ലേ അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനെ നമ്മളെല്ലാം പാടെ തിരുമ്പിയിട്ട് ഉണ്ടാക്കണേക്കാട്ടിലും ഇഷ്ടമാണ് അവൾക്ക്. ഇങ്ങനെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒന്ന് രാവിലെ പറഞ്ഞിരുന്നു ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കുമ്പോൾ അമ്മ അങ്ങനെ ഉണ്ടാക്കിയാൽ മതിയെന്ന്. ഇത് അച്ചുട്ടിക്ക് മാത്രമേ ചോറ് കൊണ്ടുപോകണ്ടുള്ളൂ, ബാക്കി ആർക്കും ചോറ് കൊണ്ടുപോകണ്ട. കിച്ചൂട്ടിന് അവിടുത്തെ കഞ്ഞി ഇഷ്ടമായതും കൊണ്ട് കിച്ചു കഞ്ഞി കുടിച്ചിട്ടാണ് കേട്ടോ വരിക. കുളിക്കലില്ലേ? ആൽബജ് ആ ചെക്ക് നിന്റേന്ന് അമ്പോ അതാ നിന്റെ പാത്രത്തിലെ പുളിയഞ്ചിര മാറ്റിത്തരാം. നീ കുളിച്ചിട്ട് പോയോ? വേണ്ടേ? കിച്ചൂനോ? കിച്ചൂന അവിടുത്തെ കഞ്ഞി കുടിക്കാൻ. അവ അവിടുത്തെ കഞ്ഞി കുടിച്ചിട്ട് വരുള്ളൂ. അവനെങ്ങനെയാന്ന് അറിയാം, നീട്ടിയിട്ടുള്ള സാമ്പാറില്ലേ, മോരുകൂട്ടാൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതും ഉപ്പേരിയൊക്കെ അവിടുത്തെ നല്ല ടേസ്റ്റ് അത്രേ. അത് ഈ റേഷൻ അരിയിലിങ്ങനെ ചോറിങ്ങനെ വെന്തിട്ടുള്ളതിലിങ്ങനെ കഴിക്കുമ്പോഴേ കുഴച്ച് കഴിക്കാൻ ഇവിടുത്തെ ചോറിനേക്കാൾ ഇവിടെ റേഷനരി വെച്ച് കഴിഞ്ഞ് വെച്ചാൽ അവിടെ റേഷനരി പോലത്തെ അരിയാ. ഉലുവ മുളച്ചു ഇത് മേമയ്ക്ക് തിന്നാന്. എന്താ സുകന്യയുടെ തലമുടി തേക്കുന്ന സാധനം ഉലുവ. ഇവിടെ പാരനിക്കലേക്കുള്ളൂ. ഉലുവ മുളച്ച തിന്നോ, നല്ലതാ. ഈ ചെറുപയറൊക്കെ തിന്നില്ലേ, അതുമാതിരി ചെറുപയർ മുളപ്പിച്ചൊക്കെ തിന്നും. മുള വന്നു കഴിഞ്ഞാൽ ഉപ്പേരി വയ്ക്കാൻ പറ്റത്തടി. സോനിയത് എടുത്തു ഇത്രയും പറഞ്ഞ പോലെ നോക്ക്. മുള വന്നാലും തേക്കാൻ പറ്റുമോ? വേഗം മുടി വരാൻ വേണ്ടിട്ടാ. അപ്പോൾ എന്താ
നമ്മളെ രാവിലെ മക്കളൊക്കെ പോയി, മക്കൾ പോയി കഴിയുമ്പോഴേക്കന്നെ 9 മണി കഴിഞ്ഞിട്ടോ. സുകന്യേ എന്താ മുത്തേ, എന്തേണ്? എന്താന്ന് പോയി നോക്കട്ടെ കേട്ടോ. അവന് കുളിക്കുകയാണ് അവിടെ. ഇതാ വരുന്ന അമ്മ. അതിന് തുണിയിട്ട് കൊടുക്ക്. കുഞ്ഞുണ്ണി അങ്കലവാടിക്ക് പോകണം പറഞ്ഞിട്ടേ. അപ്പം എന്നാൽ അങ്കലവാടിക്ക് പൊക്കോട്ടെ. നമുക്ക് പണിക്കാർക്ക് വേഗം കഴിക്കാണ്ടാക്കി കൊടുക്കണ്ടേ. ദോശയാണ് കേട്ടോ, ദോശയും ചമ്മന്തിയും. എത്ര പുഴുങ്ങണം? 3 പുഴുക്ക് വേണമെങ്കിൽ നോക്കുമ്പോഴേക്കോ. ഒന്നും കൂടി ഉണ്ട് പുഴുങ്ങിയാലോ? പുഴുങ്ങിക്കോ. മുട്ട പെണ്ണുങ്ങൾക്ക് മുട്ട കണ്ടല്ലേ. എൻ്റെ അമ്മൂട്ടിക്ക് നമ്മുടെ കോഴി മുട്ട ഇടുന്നില്ല കേട്ടോ. ഒക്കെ 2 എണ്ണം ഇങ്ങനെ അമ്മൂട്ടിക്ക് കോഴി മുട്ട ഇടുന്നില്ല. അമ്മൂട്ടിക്ക് മുട്ട കണ്ടാലേ മുട്ട ഭയങ്കര ഇഷ്ടമാണ്. അവൾ മുട്ടച്ചോറും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവൾ കഴിക്കട്ടാ. അവൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്താ ഫസ്റ്റ് തന്നെ ചമ്മന്തി അരച്ചിട്ടേ ദോശ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട്. പണിക്കാരുള്ളപ്പോൾ സമയം പോട്ടോ. ഇന്നലെ രാത്രി നമ്മൾ വീഡിയോ എടുത്തിടണം വിചാരിച്ചാണ്, പക്ഷെ രാത്രി ഇന്നലെ വീഡിയോ എടുത്തിടാൻ പറ്റിയില്ല. പിന്നെ ഇന്നലെ ഞാൻ മൂക്കുത്തി വാങ്ങാൻ പോയിട്ടാ. മൂക്കുത്തി വാങ്ങാൻ പോയപ്പോഴേ മൂക്കുത്തിക്ക് 3000 റുപ്യയുടെ മുകളിൽ വില. ആദ്യം 1800 റുപ്യ ഉള്ളൂ. പറഞ്ഞപ്പോൾ സ്വർണ്ണത്തിന് വില കൂടിയല്ലോ. പിന്നെ അവർ പറയുക അത്ര ഈ ചെറിയ സാധനം ഉണ്ടാക്കാനില്ലേട്ടാ കുറച്ച് നേരം ഇരിക്കും വേണം, കൂലിയില്ലാന്ന്. ഇപ്പം ഞാൻ എന്നിട്ട് വാങ്ങിയില്ല. ഞാൻ ഫാൻസി വാങ്ങിയിട്ടു. ഇനി വെള്ളിയുടെ വാങ്ങിയിട്ടോ. വെള്ളിയുടെ മൂക്കുത്തി ഇട്ടപ്പോൾ അത് തെറിച്ചും പോയി. ഒരു തിരികെ കേട്ടോ. ഭയങ്കര ഇതായി. വാങ്ങണം ഈ മാസമല്ല, ഓണാകുമ്പോഴേക്കും അറിയാം, വിഷു ആകുമ്പോഴേക്കും വാങ്ങണം. ഇപ്പോൾ എന്താ വെച്ചാൽ വീടിൻ്റെ പണി നടക്കല്ലേ, അപ്പം അതിങ്ങനെ നടക്കട്ടെ. വെളിച്ചെണ്ണ കുപ്പി എവിടെ? സ്വത്തുട്ടനെ അങ്കലവാടിക്ക് പോകണത് ഇഷ്ടമല്ലേ. ചില സമയത്ത് ഇത്ര ദിവസം അവനൊരു കുഴപ്പമുണ്ടാവില്ല. അപ്പം അവൻ അങ്കലവാടിക്ക് പോകാൻ ഭയങ്കര വാശി പിടിക്കുന്നു. കുറേ പോകാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഭയങ്കര വാശിയാണ് സ്വത്തുട്ടന്. എന്താ അതിങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് അവൻ ഇങ്ങനെ കളിക്കുകയല്ലേ. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. എന്താ ഉണക്കമുളകാണ് കേട്ടോ. നമ്മളത് കഴുകി വെച്ചതാണ്. ഉണക്കമുളകിലും മല്ലിയൊക്കെ അല്ലേ കഴുകാതെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഞങ്ങൾ നാളെ പോയി എല്ലാവരും ചെയ്യുന്നുണ്ടാവും. ഞങ്ങൾ നാളെ മില്ലിക്ക് പൊടിക്കാൻ പോയപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതേപോലെ പൊടിക്കുന്നു. അയ്യോ, ഇതിലൊക്കെ ഉണ്ടാവുന്ന സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാലേട്ടാ എലിക്കാട്ടം മുതലുണ്ടാവും. നമുക്ക് പിന്നെ അറിയാത്ത ആൾക്കാരല്ലേ പറയാൻ പറ്റുമോ. അവർക്ക് എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതേ തോന്നുന്നു വിചാരിച്ച് ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷെ ഭയങ്കര അതാട്ടോ. നമ്മൾ കൂട്ടാനിക്ക് വറുത്തതൊക്കെയാണ് വെച്ചാലും കൂടി കഴുകിയിട്ട് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ 100 വാങ്ങണമെന്ന് വെച്ചാലും എലിക്കാട്ടം ഉണ്ടാവും. എന്തൊക്കെ സംഭവങ്ങളുണ്ടാവും. മാത്രമല്ല, അപ്പോൾ ഒരു പച്ചമുളക് മൂത്ത് വരുമ്പോഴേക്കും എന്തൊക്കെ മരുന്നടിക്കും. മരുന്നടിക്കണേക്കാട്ടിലാണ് ആ മരുന്നടിച്ച സാധനം തന്നെ ആ പഴത്തിനും കൂടി കിട്ടും നമുക്ക്. അല്ലാണ്ട് ഇത് വേറെ രീതിക്കൊന്നല്ല. അപ്പോൾ ആ ഉള്ള കെമിക്കലാണ് അങ്ങനെ വെക്കും. പിന്നെ ഈ ഉണക്കുന്ന സമയത്തില്ലേ അതിൽ പെരിച്ചാഴി, എലി, പിന്നെ അതിൽ എന്തൊക്കെ കയറും അതൊക്കെ കയറും. അപ്പോൾ 1/2 കിലോന് 1 കിലോ എന്നല്ലേ ലോഡ് കണക്കിട്ട് ഉണക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുന്നല്ലോ പറയാൻ പറ്റില്ല. നല്ല മഴ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴ വന്നാൽ നല്ല മഴ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നേ വീട് ചോരുമെന്ന്. നമ്മുടെ വീട് മൊത്തം പറഞ്ഞ ഈ ഭാഗമൊക്കെ മൊത്തം പുറത്ത് പോകുള്ളൂ. ഇനി ഇതൊന്ന് പൊളിക്കണമെന്ന് വിചാരിച്ചു. ഇന്നലെ പൊളിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ പെട്ടെന്ന് മഴക്കാറ് കണ്ടപ്പോഴേ പെട്ടെന്ന് നമുക്ക് നടക്കില്ല. ഉച്ചവരെ നമ്മൾ പറഞ്ഞില്ലേ, ഉച്ചവരെ നമ്മുടെ വീട്ടിൽ പണിയുണ്ട് എന്ന് വെച്ചപ്പോൾ അത് രാവിലത്തെ ഇനി ചോറായിട്ടോ. ഇനി സാമ്പാർ വെക്കണം, ഉപ്പേരി ഉണ്ടാക്കണം, അച്ചാർ കഴിഞ്ഞേക്കണം, അച്ചാർ ഉണ്ടാക്കണം എന്തെങ്കിലും. അപ്പോൾ ഒന്ന് മീനൊന്നുമില്ല, പപ്പടം. അപ്പോൾ അങ്ങനെ നമുക്ക് പണികളുണ്ടാവും. നമുക്കും ആവുമല്ലോ അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ അവരുടെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ഓടേണ്ടി വരും. ഏട്ടനാണ് പറഞ്ഞ വെച്ചാൽ ഏട്ടൻ വണ്ടിയുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 5-6 ദിവസമായി. ഓട്ടോ ഒന്ന് ശരിയാക്കി ഇനി ടെസ്റ്റിന് കൊടുക്കണം. അല്ലേട്ടാ
അല്ലേ? ടെസ്റ്റിനല്ലേ പറഞ്ഞത്? ടെസ്റ്റിന് കൊടുക്കണം. അപ്പോൾ ഏട്ടൻ ഒരിടത്ത് പോകുമ്പോൾ അവിടെ ആയിരിക്കില്ല വേറെയുള്ള സാധനം, അപ്പോൾ അവിടേക്ക് വേറെ ഭാഗത്തേക്ക് പോകണം. അങ്ങനെ ഏട്ടനാണോ എന്ന് വെച്ചാൽ കിട്ടണമില്ല. പക്ഷേ ഇന്ന് മുതൽ നമുക്ക് സുഖമാണ് കേട്ടോ. അമ്മൂട്ടി 10ാം ക്ലാസ്സിലെ പരീക്ഷ ഇന്ന് മുതൽ കഴിയും. അപ്പോൾ അത് കാരണം പിന്നെ അമ്മു വീഡിയോ എടുക്കാനൊക്കെ അമ്മ വരും. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് അമ്മൂനെ വീഡിയോ എടുക്കാനൊന്നും വിളിക്കാറൊന്നുമില്ല. ചില സമയത്ത് വീഡിയോ എടുത്തേര് ആരാന്നറിയോ? ആരാ പറഞ്ഞു കൊടുക്കും? എൻ്റെ കൂട്ടുകാരൻ വരും കേട്ടോ. ഇപ്പം നമ്മുടെ കുഞ്ഞനടക്കം പിടിക്കാൻ തുടങ്ങി. ഇതാ കുഞ്ഞ ഒന്ന് പിടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വലിയ ചെങ്ങനെ മതിയോ? കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം വാടി വന്നപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണ്ടേ. ഞാൻ അതെടുത്തിട്ട് അവിടെ പോയിട്ട് കറിവേപ്പിൻ്റെ എടുത്തിട്ട് വരണം. അത് വാങ്ങിയിട്ടാണ് ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയിട്ട് നമുക്കൊന്നത് അരച്ചെടുക്കാം. കറിവേപ്പിൻ്റെ ഉള്ളത് ഞാൻ അതിൽ രാവിലെ ഇട്ടു വിട്ട ഉരുളക്കിഴങ്ങിൽ. ഇപ്പോൾ ഇതാ പിന്നെ ഇപ്പോൾ ഏട്ടൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ ഈസി പാലപ്പം പറഞ്ഞിട്ട് പൊടിയുണ്ട് ഇത്രേ. അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ടൊന്ന് എനിക്ക് പരീക്ഷിക്കണം എന്നുണ്ട് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞല്ലേ ഏട്ടാ? അപ്പോൾ ഒന്ന് വാങ്ങി നോക്കാം ഈസി പാലപ്പം. അപ്പോൾ അതൊന്ന് നോക്കണം. ഇന്നലെ ഞങ്ങൾ കല്ലടിക്കോട് പോയപ്പോൾ പെരും മഴയായിരുന്നേ. മഴ ഫുള്ളും കൊണ്ടിട്ടാണ് കേട്ടോ അവിടേക്ക് പോയത്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. പകുതി വഴി എത്തിയപ്പോഴാണ് ഞാൻ ഏട്ടൻ്റെ അടുത്ത് ഏട്ടാ വാങ്ങായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇത്ര നേരം നീ എന്താ പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ശരിയല്ലേ, ഇത്ര നേരം എന്താ പറയാന്ന്? പാലക്കാട് പോയിട്ട് വീടെത്തും വരെ ഒന്നും പറയില്ല. വീടെത്തുമ്പോഴാണ് പറയുക അയ്യോ അത് വാങ്ങായിരുന്നു. ദോശ, ചമ്മന്തി, പാൽച്ചായ. ഏട്ടന് ദോശ ഇഷ്ടം, ഇഡ്ഡലി ഇഷ്ടം? എനിക്ക് ദോശ ഇഷ്ടം. ആരൊക്കെങ്കിലും ഇതേപോലെ ദോശ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ എനിക്കെന്താണെന്നറിയില്ല, ദോശയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് അങ്ങനെ ഈ മുരിഞ്ഞ ദോശയൊക്കെയാണെന്ന് പറഞ്ഞു വെച്ചാൽ, പക്ഷെ എത്രയാണെന്ന് വെച്ചാലും ഞാൻ 2 കൂടുതൽ കഴിക്കില്ല. എത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞാലും എന്നാൽ അതിന് വേണ്ടിയിട്ട് പൂരി 3 4 ഒക്കെ കഴിക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇത്. അവർക്ക് ഒരാൾക്ക് നോമ്പാണ് കേട്ടോ. അപ്പോൾ 2 പേർക്ക് വേണ്ട. ഇവിടെ പറയാണ്ട പോവാ. ഞാൻ ഇവിടെ അടുക്കളയിലല്ലേ, സോറിന്നോ? മറന്നോ? വാലടച്ചിട്ട് വായോ. ഞാനിവിടെ അടുക്കളയിലല്ലേ, കുട്ടീനെ കൊണ്ടുപോയിട്ടുണ്ട് വിചാരിക്കും. സ്വത്തുട്ടുണ്ടാവും അവിടെ. കുഞ്ഞുണ്ണിക്ക് പിന്നെ അംഗനവാടി പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമല്ലേ. പിന്നെന്താ, ഒരു വാശിയില്ല. പിന്നെന്താ, അവന് അംഗനവാടി പോകാനല്ല, അവനൊരു കാര്യത്തിന് അവൻ്റെ എന്താ കണ്ടോ ചമ്മന്തി. സുകന്യെ ഇവിടെ വാ. സുകന്യ ഇവിടെ വാ. എന്നാൽ സുകന്യനെ കാണിച്ചു തരാം കേട്ടോ. സുകന്യക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ പറഞ്ഞ് സുകന്യയുടെ മുഖം ഒന്ന് കാണിക്കട്ടാ. ജിമ്മിക്കൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ട്? കുറച്ചുകൂടെ വലുപ്പമുണ്ടായിരുന്നു. അതിന്റെ ജിമ്മിക്ക് ഞാൻ അവൾക്ക് ഇടാൻ പറഞ്ഞതാണ്. ഇനി ഇതിന്റെ വേറൊന്നും കൂടി ഉണ്ട് അല്ലേ? ഇതിന്റെ അടുത്തരണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഈ ജിമിക്കികള്. അപ്പോൾ ഞാൻ എത്ര ജിമിക്ക് ഇങ്ങനെ ഇതൊക്കെ നമുക്ക് സമ്മാനം കിട്ടിയതാ അല്ലേ? ജിമിക്ക് ഒന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചെറുത്. അപ്പോൾ ജിമിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയാലും ജിമിക്ക് എടുക്കാത്തൊരു സമയം ഉണ്ടാവില്ല. അപ്പോൾ സുകന്യ ഇടാതിരിക്കുമ്പോൾ ഞാനല്ലേ സുകന്യ ജിമിക്ക് ഇടറി പറഞ്ഞിട്ട് തമ്പുരാനേ പോണ്ടേ? അതാ കിടക്കണം 5 ലക്ഷം കാറും പറഞ്ഞു ഞാന്.
ആരുടേത്? പിന്നെ ആരിന്റെയാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൂസിഫർ കാണാൻ രസമുണ്ട്. പക്ഷെ എനിക്കില്ലേ ലൂസിഫർ കാണാൻ രസമുണ്ട് പറഞ്ഞ ഇപ്പൊ ഇത് കണ്ടോ? ലൂസിഫർ ഞാൻ കണ്ടല്ലോ, പാലക്കാട് പോയിട്ടല്ലേ? പാലക്കാട് പോയിട്ടോ? അല്ല ലൂസിഫർ കണ്ടു, പക്ഷേ ലൂസിഫർ പാലക്കാടല്ല കേട്ടോ. എന്താ പാലക്കാട് പോയിട്ട് ഇവിടുന്നല്ല കേട്ടോ, ഇവിടുന്ന് RDXും പിന്നെ ഏതാ ഡ്രൈവിംഗ് ലൈസൻസും മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ ലൂസിഫർ നമ്മള് ടിവിയില് ടിവിയിൽ വരും അപ്പൊ കണ്ടോളൂ. ഞാൻ ടിവിയിൽ വരും അപ്പൊ കണ്ടോളൂ. നിങ്ങള് വരാണ്ടല്ലേ, ഞാൻ വിളിച്ചില്ലേ ഇപ്പൊ. ആ സുകന്യെ ഏട്ടൻ വിളിച്ചു ഉത്തരം നമുക്ക് പോണട്ടോ. ഞങ്ങള് വരാട്ടേട്ടാ. ഞങ്ങള് ലാസ്റ്റ് പറയണട്ട അടിയാണ് കുത്താണ്. എനിക്ക് ഈ RDX കാണാൻ പോയിട്ടില്ലേ, ഞാൻ ഇങ്ങനെ തന്നെ ആയിരുന്നു കണ്ണു പേടിച്ചിട്ട്. എനിക്ക് ആകപ്പാട് എന്തോ പോലെ. അങ്ങനത്തെ ഉള്ളതൊന്നും വേണ്ട ചേട്ടാ, നല്ല കുടുംബചിത്രം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ. അടി നല്ലത് അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ വേണ്ട ചേട്ടാ. പാപ്പാട്ടിയോ? എന്ത് പാപ്പാട്ടി? അവന്റെ കോഴിക്കുട്ടീനെ എന്തിനാ അടുത്ത് ചോദിക്കണതേ, അതാണ്. പരാതി പറയുന്നു ഞാൻ കോഴിക്കുട്ടീനെ എടുത്തു എന്നുള്ളത്. എന്റെ അമ്മോ തല്ലാൻ വരുമോ? അത് എന്റെ കോഴിയാണേ പൊന്നു. നമ്മുടെ കോഴിയില്ലേ കുട്ടികളെ വിരിച്ചിറക്കിയിട്ടുണ്ട് കേട്ടോ, അതിനാണ് പറയുന്നത്. ആ കോഴി എന്താ ഇറങ്ങി പോവും ചെയ്തോക്കണു. പൊന്നു പൊന്നു പാപ്പ തിന്നുവോ? തോനെ തിന്നുവോ? എന്താ കാണിക്കണേ? സാമ്പാർ വെക്കുന്ന തീരുമാനം മാറ്റിയിട്ടോ. കുമ്പളങ്ങിയും പരിപ്പും മുരിങ്ങക്കായും, ഒരു കഷ്ണം കുമ്പളങ്ങി കണ്ടിരിക്കുന്നു. എന്തല്ലെങ്കിൽ അത് വെറുതെ പോവും. പൊന്നാരിക്ക് പാപ്പ വേണ്ടേ? എനിക്ക് ദോശായിട്ട് എടി സുഗനി നീ കഴിച്ചോട്ടോ, അവൻ പകുതി തിന്ന കളയും. എന്താന്ന് ഉച്ചക്ക് സ്പെഷ്യല്? ഇന്ന് ഉച്ചക്ക് കുമ്പളങ്ങിയും പരിപ്പും കൂട്ടാന്. പരിപ്പും മാത്രമല്ല കേട്ടോ, ഇതിൽ മുരിങ്ങക്കായ ഇട്ടിട്ട് കൂട്ടാന്, പിന്നെ മുട്ടക്കോസും ക്യാരറ്റും. എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ടേ? അവർ കൊടുക്കണ്ടേ? ഉപ്പേരിയോ? അത് സ്പെഷ്യലാ? മുട്ട പൊരിച്ചു കൊടുക്കാം. മീനൊന്നും ഇല്ല. മീൻ ഇതാ 4 ദിവസം മുമ്പ് വാങ്ങിയ മീൻ ഉണ്ടിരിക്കുന്നു. അത് മീനിന്റെ അവസ്ഥ. എല്ലാവരും എന്നിട്ട് ഇങ്ങനെ പറയേ ഇറച്ചി എപ്പോഴും നിങ്ങളുടെ വീട്ടില് മീനോ ആ മീൻ ചട്ടി കാണിച്ചു കൊടുക്കണ്ട, ആൾക്കാർക്ക് കാണുമ്പോ ദേഷ്യം വരും. അത്രേ സിലോപ്പി അപ്പോഴേ നമ്മൾ 1/2 കിലോനാണ് പറഞ്ഞു വെച്ചാൽ 1/2 കിലോ വാങ്ങിയിട്ട് ഞങ്ങളെല്ലാവരും കഴിക്കട്ടോ. പിന്നെ എപ്പോഴും നമുക്ക് ഈ പച്ചക്കറി ആകുമ്പോൾ ഇടയ്ക്ക് മക്കൾക്ക് വാങ്ങിക്കൊടുക്കണ്ടേ. അപ്പോൾ ചില കമൻറ്റുകൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരാറുണ്ട്. നമ്മൾ എന്താ ചെയ്യണത്, ചില ആൾക്കാർ മറച്ച് നിന്ന് ചെയ്യണു, ഞങ്ങളത് നിങ്ങളുടെ മുമ്പിൽ ഒളി മറിയില്ലാതെ കാണിക്കണമെന്ന് മാത്രം. അതിനിത്ര എപ്പോഴും നമ്മൾ കുഴിമന്തി വാങ്ങിയിട്ടോ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പൊറോട്ട വാങ്ങിയിട്ടോ എന്നല്ല ഞങ്ങൾ കഴിക്കണത് കേട്ടോ. എന്തെങ്കിലും മക്കൾക്ക് പൂതിയാകുമ്പോൾ നമ്മൾ വാങ്ങിക്കൊടുക്കണ്ടേ. നമ്മുടെ മക്കൾക്ക് നമ്മളല്ലാതെ വേറെ ആരാ വാങ്ങിക്കൊടുക്കാനുള്ളത്? അത് വിചാരിച്ച് വാങ്ങുകയാണ്. പിന്നെ ചട്ടി മാറ്റാത്തതിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. നമ്മുടെ വീട്ടിൽ എന്താ ചില സാധനങ്ങളോട് നമുക്ക് ഒരു ഇഷ്ടം ഉണ്ടാവും. ആ സാധനങ്ങൾ നമ്മൾ എത്ര വർഷങ്ങൾ കഴിയാലും നമുക്ക് കളയാൻ തോന്നില്ല. അതുപോലത്തെ ഒരു സംഭവമാണ് കേട്ടോ ആ ചട്ടി. കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുന്നതിൻ്റെ മുമ്പുള്ളതാണ്. അപ്പോൾ അമ്മ ഇവിടെ നിന്ന് ഇല്ല പറഞ്ഞിട്ട് അവരുടെ സാധനങ്ങൾ മാറ്റി വയ്ക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതൊക്കെ അവര് എന്താ വെച്ചാൽ ഉപയോഗിച്ചിരുന്നല്ലേ. ഒരു ചട്ടി ഇപ്പോൾ പൊട്ടി, എനിക്ക് സങ്കടം വരുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്നാണ് ഒരു മൺചട്ടി പൊട്ടിയത്. എത്രയും വർഷങ്ങൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ആ ചട്ടി ഉള്ളതാ. ഇത്രയും അമ്മ പോയപ്പോഴേക്കും ആ ചട്ടി പൊട്ടി. ഞാൻ ദിവസം പറയില്ലേ അത് ഇനി അങ്ങനത്തെ ഒരു ചട്ടി വാങ്ങണം അങ്ങനത്തെ. ഇപ്പോൾ പക്ഷേ അങ്ങനത്തെ ചട്ടി ഇപ്പം ഇല്ല, അത് വേറെ കാര്യം. കാണാനേ ഇല്ല അങ്ങനത്തെ. അത് എന്താ മയം വന്നതാണ് കേട്ടോ ആ ചട്ടിക്ക്. എങ്ങനെ മയമുള്ളതാണ് കേട്ടാ. ഞാൻ അമ്മ വന്നപ്പോൾ 2 പ്രാവശ്യം വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ചട്ടി പൊട്ടിന്ന്. ചട്ടി പൊട്ടിന്ന് പറഞ്ഞിട്ടേ ഇല്ല. അപ്പം അതാണ് കേട്ടോ, നമ്മൾ എന്താ ഓരോരുത്തർക്കും ഓരോന്ന് ഇഷ്ടം ഉണ്ടാവും. അത് നമ്മളിങ്ങനെ നമുക്കത് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിച്ചെറിയില്ലല്ലോ.
അത് കാരണമാണ്. ഇപ്പം എൻ്റെ വീട്ടിലും തന്നെ എൻ്റെ അമ്മ എൻ്റെ വലിയേട്ടനെയൊക്കെ പ്രസവിച്ച് വരുന്ന സമയത്ത് കൊണ്ടുവന്ന ഓരോന്ന് വക്കും ഇവിടെയൊക്കെ ഇതായിട്ടുണ്ടാവും കേട്ടോ, ചുക്കി ചെളിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അമ്മ പറയും എനിക്കതെന്തോ കളയാൻ പറ്റില്ല, എനിക്കത് ഓരോ ഓർമ്മകളാണ് എന്നുള്ളത്. എന്തായാലും നമ്മൾ പുതിയത് വാങ്ങും, അത് വിചാരിച്ച് നമ്മൾ വാങ്ങില്ല എന്നല്ലാട്ടോ പറയുന്നത്, നമ്മളെന്തായാലും വാങ്ങും. വിഷുവൊക്കെ ആവട്ടെ, ഇപ്പോൾ വാങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ പറയുക വൃത്തിയില്ല എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ നമ്മുടേതായ രീതിക്ക് വൃത്തിയിൽ നമ്മൾ പോകുന്നുണ്ട്. ഒരുപാട് നമ്മൾ ഇത് മാത്രം നോക്കിയാൽ പറ്റില്ല, നമുക്ക് അപ്പുറത്ത് വീട് പണി, അപ്പുറത്തേക്ക് സാധനങ്ങളൊക്കെ വേണ്ടതാണ്. ഇതിപ്പോൾ ഇത് ഇങ്ങനെ 10 രൂപ കിട്ടുന്ന കംപ്ലീറ്റും ചട്ടിയും പാത്രം മാറ്റാനും ഇതൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് മാത്രം മതിയോ? അപ്പുറത്തേക്ക് ചട്ടി പാത്രങ്ങളൊക്കെ വേണ്ടതല്ലേ? അപ്പോൾ നല്ലത് വാങ്ങാലോ. അതുവരെയ്ക്ക് ഇതിലിങ്ങനെ പോട്ടെ, ഏതായാലും ഇതുവരെയ്ക്ക് എത്തിയില്ലേ, എന്താ അല്ലേ? ഇങ്ങനെ പോട്ടെ, നമ്മൾ ഇങ്ങനെ പോട്ടെ, ഉള്ളതും കൊണ്ട് സന്തോഷത്തോടെ. കുഴിമന്തി വാങ്ങണ പൈസ ഉണ്ടായാൽ മതി ചട്ടിയും പാത്രം വാങ്ങാനെന്ന്. നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ കുഴിമന്തി വേണമെന്ന് പറയും. ചട്ടിയും പാത്രം കുഴിമന്തിക്ക് പകരമില്ലല്ലോ. അങ്ങനെയൊക്കെയാണ്. കുഴിമന്തി കഴിക്കേണ്ട സമയത്ത് കുഴിമന്തി കഴിക്കണം. അപ്പൊ ചട്ടിയും പാത്രം നോക്കിയിട്ട് ഇരുന്നിട്ടുണ്ട് കുട്ടികൾ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു പറഞ്ഞ സമയത്ത് കുഴിമന്തി കൊടുക്കട്ടെ, ചട്ടിയും പാത്രം വാങ്ങാണ്ട് പറഞ്ഞ കാര്യമുണ്ടോ? നമ്മുടെ മക്കൾ ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മളുള്ളിടത്തോളം കാലം നമ്മുടെ മക്കൾക്ക് കിട്ടുള്ളൂ. വേറൊരാളോട് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവർ വാങ്ങിക്കൊടുക്കുമോ? നമ്മുടെ മക്കൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കണല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെയൊന്നും കമന്റ് ഇടുമ്പോൾ എനിക്ക് ഇന്നലെ പഴയതാണെങ്കിൽ ചട്ടിയും പാത്രം ഉണ്ടല്ലോ എന്നുള്ള സമാധാനം ഉണ്ട്. നമ്മുടെ മക്കൾക്ക് പിന്നെ ശരി, ഇതിപ്പോൾ കുറച്ച് ചന്തക്കുറവുണ്ട് എന്നല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത്ര കാലൊക്കെ അതിൽ കഴിഞ്ഞുകൂടിയില്ലേ, പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഏതായാലും എന്തെങ്കിലുമൊക്കെ നാവുന്നവർ തൽക്കാലം ഇങ്ങനെ പോട്ടെ. അപ്പോൾ നമ്മളിത് മാറ്റില്ല എന്നല്ല പറയുന്നത്. അതിലൊക്കെ ഇങ്ങനെ ഓരോ കമന്റുകൾ ഇടുമ്പോൾ നമ്മൾ പറയാതെ ഒരാൾക്ക് ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവർക്ക് അതിൻ്റെ അവസ്ഥയും കൂടി മനസ്സിലാവണ്ടേ. നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയില്ല, നമ്മുടെ ഈ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ മക്കൾ പറയുകയാണ്, അവരൊന്നും ചോദിക്കാത്ത മക്കൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മളല്ലേ വാങ്ങിക്കൊടുക്കേണ്ടത്. അപ്പുറത്തെ വീട്ടുകാർ അത് കഴിക്കുന്നുണ്ട്, ഇപ്പുറത്തെ വീട്ടുകാർ ഇത് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാലാണ് നമുക്കത് ആസ്വദിച്ച് കഴിക്കാനും ഉപയോഗിക്കാനും പറ്റുള്ളൂ. അപ്പോൾ പിന്നെ തീരെ ഓട്ടയൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ഓട്ടയൊക്കെയാണ് പാത്രത്തിൽ പറഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ല. ഇത് പോട്ടയൊന്നും ഇല്ലാത്ത പാത്രമാണല്ലോ. അപ്പോൾ തൽക്കാലം ചന്തക്കുറവല്ലേ ഉള്ളൂ, അതിങ്ങനെ പോട്ടേന്ന് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവന്നെ. ചന്തക്കുറവ് വരുന്നതൊക്കെ മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളൊക്കെ മാറേണ്ടി വരും. പിന്നെ ഞാൻ നമ്മളെ ചന്തല്ലേ പിന്നെ ഇപ്പോൾ അല്ല. പിന്നെ സുകന്യനെ ഞാൻ പെണ്ണേ ഡി എന്ന് വിളിക്കുക. അതെന്താ പെണ്ണേ ഡി എന്ന് വിളിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം അനിയത്തിയായിട്ടും അതേപോലെ നമ്മുടെ ഒരു കുട്ടിയായിട്ടും. ഇപ്പോൾ ഞാൻ അമ്മൂനെ ഡി വിളിക്കില്ലേ, സുകന്യെ അമ്മൂനെ എന്താ വിളിക്കുക അധികം? എടി പെണ്ണേ. പിന്നെ നല്ലൊരു ഇത് വരുമ്പോഴാണ് മുത്തേ വിളിക്കുക, അല്ലെങ്കിൽ ഇവിടെ വാടി പെണ്ണേ നീ എന്തടി ചെയ്യണത്. നമ്മളങ്ങനെയാണ് ശീലിച്ചേക്കണത്. അപ്പോൾ അല്ല, അത് സുകന്യയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സുകന്യയുടെ ഇൻഷലൊക്കെ കൂട്ടിച്ചേർത്തിട്ടൊക്കെ വിളിച്ചിട്ട് ആരെങ്കിലും വീട്ടിൽ പെരുമാറുമോ? നമ്മൾ വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റും. അപ്പോൾ നമ്മളെങ്ങനെയാണോ അതന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് നെഗറ്റീവിൻ്റെ ഒരു ഇത് പറയല്ല. നമുക്കിങ്ങനെ ചില സമയത്ത് തോന്നും, ഭഗവാനെ എല്ലാവർക്കും എല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് മാത്രം ഒന്നും ഇല്ലാത്തത് കൊണ്ടാണോ നമ്മളിങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളത് തോന്നി പോകാറുണ്ട് കേട്ടോ. അതും കൊണ്ട് പറഞ്ഞോന്ന് മാത്രമേ ഉള്ളൂ. മക്കളടക്കം പറയും, അമ്മ അതിങ്ങനെ കാണുമ്പോൾ എന്താ അമ്മ അങ്ങനെ പറയുന്നത്, നമുക്ക് വാങ്ങിയാലോ. അപ്പോൾ അവരുടെ മനസ്സിലും കൂടി ഒരു തോന്നൽ വരുമല്ലോ. ഇനിയിപ്പോൾ നമ്മളൊരു അച്ചാറിൻ്റെ നമ്മളിനി അച്ചാറിൻ്റെ ഒക്കെ ഒരു സംഭവം തുടങ്ങുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം. അപ്പം ആ സമയത്ത് നമ്മൾ എന്തായാലും വാങ്ങും കേട്ടോ അല്ലേ. ഇത് കഴുകി അടുപ്പത്തേക്കട്ടെ. പരിപ്പ് എന്തോ ഇതായിട്ട് ചട്ടി വാങ്ങി തന്നെ ചേട്ടാ. ഞങ്ങൾ നേർച്ചയ്ക്ക് പോയപ്പോൾ ചട്ടി വാങ്ങായിരുന്നേ. പക്ഷെ അപ്പോൾ ബൈക്കിൽ വരുമ്പോഴേ കൊണ്ടുവരാൻ പറ്റില്ല, ഞങ്ങൾ 3 ആളല്ലേ പോയത്. അപ്പം അത് കാരണം വാങ്ങാതിരുന്നതാണ് കേട്ടോ. അടച്ചേക്കട്ടെ. പിന്നെ നമ്മൾ ഇതാ ഒരു ചക്ക ഉണ്ട്, ഒരു ചക്ക കഷ്ണം കാണിച്ചു കൊടുക്കട്ടെ. ഈ ചക്കയില്ല കേട്ടോ, ഇതാ ഈ ചക്ക എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കണം. കണ്ടോ, കുറച്ച് ഒരു കഷ്ണം അടുത്ത വീട്ടുകാർക്ക് കൊടുത്തിട്ടാ, ഒരു കഷ്ണം നമ്മളും വെച്ച്. ഇത് രണ്ടും വാടിയതാണ്, ഇത് കളയണം. ഞാൻ പശുവിന് വേണ്ടവർ കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ വരും കുറേ കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ. നിങ്ങളുടെ അവിടെ മഴയൊക്കെ ഉണ്ടോ? നമ്മുടെ അവിടെ അസൽ മഴയാണ്, നല്ല മഴയാണ്. വൈകുന്നേരത്തെ അങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും മഴയും കറണ്ട് പോവും. പിന്നെ നമുക്ക് വീഡിയോ എടുക്കൽ ഒരു കാര്യം നടക്കുന്നില്ല കേട്ടോ. അപ്പോൾ
പിന്നെന്താ വെച്ചാൽ ബുദ്ധിമുട്ടുള്ള പരീക്ഷയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് അവരുടെ കൂടെ കുറച്ച് നേരം നമ്മൾ നിൽക്കണം. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ശരിയാവില്ല. മഴയുടെ ബാക്കിയാണല്ലേ അത്. അപ്പോൾ അപ്പോഴേ നമ്മൾ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ രാവിലത്തെ കഴിക്കലും കാര്യങ്ങളൊക്കെ. ഈ തുണി തിരുമ്പി ഇട്ടിട്ടുണ്ട്, അത് തോരടണം. വെയിലുള്ള സമയത്ത് അത് തോരടലേ നടക്കുള്ളൂ. അപ്പോൾ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാട്ടോ. പാപ്പ കൊടുക്ക് കുട്ടിക്ക്. എന്തിനാ കുട്ടിയുടെ പാപ്പ എടുത്തിട്ട് പോയി അപ്പളേക്ക്? തിരയി നോക്ക്. ഇന്ന് അത് പറഞ്ഞല്ലോ, ഞങ്ങളില്ലേ ഇന്ന് പേടിച്ചിട്ട് ഒരു വശത്തേക്ക് അയക്കണു കേട്ടോ. എന്താ ഏട്ടൻ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങാൻ പോയില്ലേ, ഈ പൊന്നൂസിനെ കാണാനില്ല. പൊന്നൂനെ വിളിച്ചു നോക്കുമ്പോ ഈ പൊന്നു അവിടെ കാണണ്ടേ, ചെക്കൻ പുതിയ വീട്ടിൽ പോയിക്കുക. പൊന്നോ പറഞ്ഞ ഞാനൊരു വടിയങ്ങോട്ട് എടുത്തു. വടിയങ്ങോട്ട് എടുത്താക്കി എമ്മാതിരി ഓട്ട ഓടി വന്നിട്ട് സുകന്യ കുളിറൂമിലാണ് പറഞ്ഞിട്ട് കരച്ചിലവൻ. ഇവൻ അപ്പുറത്ത് ഈ വീട്ടിൽ നിന്ന് എവിടേക്കും പോവില്ല, പക്ഷേ വിളിച്ചാൽ മുണ്ടില്ല, കുട്ടി മുണ്ടാതെ നിൽക്കുള്ളൂ കേട്ടോ. കുറേ നേരം അങ്ങനെ ഒരു 10 മിനിറ്റില്ലേ, വയറൊക്കെ കാളി. എവിടേക്കാ കുട്ടി പോയി? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡല്ലേ. ഇതേപോലെ നമ്മുടെ അമ്മും ചെറുപ്പത്തിലുണ്ടായിട്ടുണ്ട് ഒരു നാട് വീട്ടിൽ. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് നല്ല പേടി കേട്ടോ. ഇപ്പോൾ കണ്ടോ അവൻ ഈ വീട്ടിൽ ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് അറിയണ്ടോ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.